മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രഭാത വിരുന്ന് ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവാനുഗ്രഹത്തിൻ്റെ കിരണങ്ങളാൽ നിറയപ്പെട്ട ഒരു പുതിയ പ്രഭാതം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുകയാണ്. തമ്പുരാൻ്റെ കൃപയുടെ വചനത്താൽ നിറയപ്പെടുവാനായിട്ട്, ദൈവാനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ നിറയപ്പെടുവാനായിട്ട് അവിടെ നൽകുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷം. പല പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയാണ്. പരിശുദ്ധ അമ്മയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് ലക്ഷോപലക്ഷം വിശ്വാസികൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന വലിയൊരു കൃപയുടെ നിമിഷത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നിധിയോട് ചേർത്ത് വയ്ക്കാം. വല്ല പ്രത്യേകമായിട്ട് രോഗികളായിട്ടുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഇന്നേ ദിവസത്തെ നിയോഗങ്ങളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ശാരീരികവും മാനസികവുമായ രോഗത്താൽ വലയുന്നവരുണ്ട്, വളരെയേറെ വിഷമതകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, മരുന്ന് വാങ്ങാൻ പണമില്ലാത്തവരുണ്ട്. അവരെയൊക്കെ ചേർത്ത് വെച്ച് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവവചനം ശ്രവിക്കാനായി നമുക്ക് ഒരുങ്ങാം. ദൈവത്തിൻ്റെ വചനം, ജീവദായകമായ വചനം, ആ വചനം ശ്രവിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം, കരങ്ങളെ കുപ്പാം. തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒന്നു ചേർന്ന് നമ്മെ ഉയർത്തിപ്പിടിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 7 വാക്യങ്ങൾ 37 മുതൽ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു, എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ദൈവാനുഗ്രഹത്തിൻ്റെ കൃപ അനുഭവിച്ചുകൊണ്ട് ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുകയാണ്. തമ്പുരാൻ്റെ കൃപയുടെ വചനത്താൽ നിറയപ്പെടുവാനായിട്ട്, ദൈവകൃപയുടെ വചനത്തിൻ്റെ ശക്തിയാൽ ജീവിതത്തെ വിശുദ്ധീകരിച്ച് അനുഗ്രഹമാക്കി തീർക്കാനായിട്ട്
നാം ഓരോരുത്തരും ഒരുങ്ങി നിൽക്കുന്ന സമയം. പ്രിയമുള്ളവരെ, ഈ സമയം ദൈവവചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ധ്യാനിക്കാം. ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചന ഭാഗത്തിൽ നമ്മൾ കേൾക്കുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. തിരുവചനത്തിൻ്റെ ശക്തി നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹത്തോടു കൂടെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് അണയുവാനായിട്ട്, അവിടുത്തെ കരുണയുടെ സമുദ്രത്തിൽ നിന്ന് കുടിക്കുവാനായിട്ട്, അവിടുത്തെ കരുണയുടെ അരുവിയാൽ എൻ്റെ ഹൃദയമാകത്തെ നിറയ്ക്കുവാനായിട്ട് ഞാൻ തയ്യാറാകുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന് വചനത്തിലൂടെ ഈശോനാഥൻ പറയുകയാണ്. മിക്കാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 19-ാമത്തെ വാക്യം പറയുന്നു, അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും, ആഴിയുടെ അഗാധത്തിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. തിരുവചനം വളരെ ശക്തമാണ്. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. പ്രിയമുള്ളവരെ, ഓരോ പ്രഭാതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കാരുണ്യത്തെയും കൃപയെയും നാം അനുഭവിക്കുന്ന നിമിഷമാണ്. ഓരോ പ്രഭാതത്തിലും അവിടുന്ന് നവ്യമായ ഒരു പുതു ചൈതന്യത്താൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ നിറയ്ക്കുകയാണ്. എന്തിനു വേണ്ടി? ആ ഒരു വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തണം. ഓരോ പ്രഭാതത്തിലും ദൈവം തൻ്റെ നവ്യമായ ഒരു പുതു ചൈതന്യത്താൽ നമ്മളെ നിറയ്ക്കുന്നത് ഓരോ ദിവസവും നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കയ്യിലെ വിശുദ്ധമായ ഉപകരണങ്ങളായിട്ട് മാറുന്നതിന് വേണ്ടി കിട്ടാം. ദൈവത്തിൻ്റെ കരത്തിലെ വിശുദ്ധമായ ഉപകരണങ്ങളായിട്ട് ജീവിതത്തിൽ നാം മാറണം. എന്തിനു വേണ്ടിയിട്ട്? ഈ ലോകത്ത് ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമ്മളിലൂടെ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മളിലൂടെ ദൈവത്തിൻ്റെ കൃപ ഒഴുകിയിറങ്ങുവാനായിട്ടും. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായം 4-ാം വാക്യം പറയുകയാണ്, കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിക്കും, സ്നേഹത്തിൻ്റെ കയർ തന്നെ. കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിക്കും. എന്തിൻ്റെ കയറാ അത്? അത് സ്നേഹത്തിൻ്റെ കയറാ. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെയാ നാം ഈ പ്രഭാതത്തിൽ അനുഭവിക്കുന്നത്. ഈ പ്രഭാതത്തിൽ നാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അണഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്നത്. ഈ ദൈവസ്നേഹത്താൽ ഒന്ന് നിറയപ്പെടുവാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. പ്രിയമുള്ളവരെ, വചനം പറയുന്ന അത് തന്നെയാണ്. നീ തമ്പുരാന്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന വ്യക്തിയാണോ? നീ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ, ദൈവവചനം പ്രസ്താവിക്കുന്നത് പോലെ, വിശുദ്ധമായ ലിഖിതത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന പോലെ തന്നെ ജീവജലത്തിൻ്റെ അരുവിയാൽ നീ നിറയപ്പെടുകയും നീ ഒഴുകപ്പെടുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നിറയാനും നിറഞ്ഞ് കവിഞ്ഞൊഴുകാനും ജീവിതത്തിൽ സാധ്യമാകണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിറയാനും നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാനും ജീവിതത്തിൽ സാധ്യമാവുക. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിറയുന്നുണ്ട്, പക്ഷെ നിറഞ്ഞു കഴിയുമ്പോൾ അന്ന് കവിഞ്ഞ് ഒഴുകാനായിട്ട്, എൻ്റെ ചുറ്റുമുള്ളവരിലേക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറാനായിട്ട് ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ? അവിടെയാണ് ധനവാന്റെ ജീവിതത്തെ നമ്മൾ ഓർക്കേണ്ടത്. ഒരുവൻ്റെ കൃഷിയിടം അവന് സമർത്ഥമായ വിളവ് നൽകി. അവൻ പറയുകയാണ്, എൻ്റെ കളപ്പുരകൾ പോരാ, ഞാൻ പൊളിച്ച് പുതിയത് പണിയും. അതിനുശേഷം ഞാൻ പറയും, എൻ്റെ ആത്മാവെ ആനന്ദിച്ച് ആഹ്ലാദിക്കുക, നിരവധി വർഷത്തേക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കൾ നിനക്ക് വേണ്ടി ഇതാ ഒരുക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ വ്യക്തി എന്താ ജീവിതത്തിൽ ചെയ്യേണ്ടതായിരുന്നത്? അവനവൻ്റെ കളപ്പുരകൾ പൊളിച്ചു പണിയുന്നതിന് പകരം അവൻ്റെ കളപ്പുരകളിൽ സമ്പാദിച്ചതിന് ശേഷം ബാക്കിയുള്ളത് അപരനുമായിട്ട് പങ്കുവെക്കുവാനായിട്ട്, വീണ്ടും അടുത്ത വർഷം അവന് കൃഷി ചെയ്ത് വീണ്ടും ധാന്യങ്ങൾ സമ്പാദിക്കാമായിരുന്നല്ലോ. പക്ഷെ അതിന് പകരം അവൻ എന്താ ചെയ്ത്? അവൻ്റെ സ്വാർത്ഥതകളിലേക്ക് അവൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ചു. നമ്മുടെ ജീവിതത്തിലെ ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മുടെ സ്വാർത്ഥതകളിലേക്കാണോ ഞാൻ ഇന്നേ ദിവസം ഇറങ്ങിച്ചെല്ലുന്നത്? അതോ എൻ്റെ ജീവിതത്തിൽ ദൈവികമായ സേവനങ്ങളിലേക്കാണോ ഞാൻ ഇറങ്ങിച്ചെല്ലാനായിട്ട് ഈ നിമിഷം ആഗ്രഹിക്കുന്നത്?
ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ സ്വാർത്ഥതകളുടെ വിജയത്തിന് വേണ്ടിയിട്ടാണോ, അതോ ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവിക കൃപയുടെയും വിജയത്തിന് വേണ്ടിയിട്ടാണോ ഞാൻ ഈ നിമിഷം തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്നത്? പ്രിയമുള്ള ദൈവജനമേ, ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ സ്നേഹത്തിൻ്റെ കയറ് എൻ്റെ ജീവിതത്തിൽ ഒന്ന് പിടിക്കാനായിട്ട്, ഈ സ്നേഹത്താൽ അപരനെ വരിഞ്ഞു മുറുക്കാനായിട്ട് ജീവിതത്തിൽ എനിക്ക് സാധ്യമാകണം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാമത്തെ വാക്യം പറയുകയാണ്, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. തമ്പുരാൻ്റെ ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ജീവിതത്തിൽ നമ്മൾ ചെന്നെത്തണം. അവൻ്റെ അടുത്ത് ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് കുടിക്കാനായിട്ട്, ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ജീവിതത്തിൽ നിന്ന് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതത്തെ അനുഗ്രഹമാക്കാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ഒന്ന് ദാഹിച്ച് പ്രാർത്ഥിച്ചേ, ദൈവസ്നേഹത്താൽ ദൈവത്തിൻ്റെ കാരുണ്യം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ കാരുണ്യം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരമ്മ എന്നോട് ഇപ്രകാരം പറഞ്ഞു വെച്ചു, അച്ഛാ, എനിക്ക് ഒരു കുഞ്ഞാണുള്ളത്, അതിനെ സ്കൂളിൽ വിടുന്നു, അതോടൊപ്പം തന്നെ ഞാനൊരു പൊതിച്ചോറും കൂടെ കെട്ടാറുണ്ട്. ഞാൻ ആ പൊതിച്ചോറ് ഇങ്ങോട്ട് കെട്ടിവെക്കും, കുഞ്ഞിന് ചോറ് കൊടുത്തു വിടും. അതേപോലെ തന്നെ ഒരു പൊതിച്ചോറ്, ഒരല്പം ചോറ് മാത്രം കൂടുതലുണ്ടെന്നേ ഉള്ളൂ, അതേ കറികളുമായിട്ട് ഞാനൊരു പൊതിച്ചോറ് കെട്ടിവെക്കാറുണ്ട്. ആ അമ്മ എന്നോട് പറഞ്ഞു വെക്കുകയാണ്, അച്ഛാ, വർഷങ്ങളായിട്ട് ഞാനത് ചെയ്യുന്നു, ഇന്ന് വരെ ഒരു ദിവസം പോലും ആ പൊതിച്ചോറ് ഉച്ചവരെ എൻ്റെ വീട്ടിൽ ഇരുന്നിട്ടില്ല. ആരെങ്കിലും കടന്നു വരും, ഞാൻ അവർക്കത് കൊടുക്കും. ആരെങ്കിലും കടന്നു വരും, ഞാൻ അവർക്ക് കൊടുക്കും. ചിലപ്പോൾ സ്ഥിരമായിട്ട് വരുന്നവരൊക്കെ ഉണ്ട്, അവർക്ക് ഞാനത് കൊടുക്കും. പ്രിയമുള്ളവരെ, ഒരു വലിയ കാരുണ്യത്തിൻ്റെ പ്രവൃത്തിയാണ്, ഒരു വലിയ കാരുണ്യത്തിൻ്റെ പ്രവൃത്തിയാണ്. അവരെന്നോട് പറഞ്ഞു വെക്കുക, അച്ഛാ, ഞാൻ വലിയ സമ്പന്നയൊന്നുമല്ല, പക്ഷേ ഞാനിത് കൊടുക്കാനായിട്ട്, ഇപ്രകാരം കൊടുക്കാനായിട്ട് തയ്യാറായപ്പോൾ എൻ്റെ ഭവനത്തിൽ ഒരിക്കലും അരിക്ക് മുടക്കം വന്നിട്ടില്ല. ഈ വ്യക്തിയോട് പറഞ്ഞു വെക്കുക. പ്രിയമുള്ളവരെ, ഒരു ചെറിയ പ്രവൃത്തിയാ കൂടി വന്ന ഒരു അരനാഴി അരി കൂടെ കൂടുതലിടേണ്ട വരും, അല്ലെങ്കിൽ 2 ബീൻസും കൂടെ അല്ലെങ്കിൽ 2 പയറും കൂടെ കൂടുതൽ അരിയേണ്ടതായിട്ട് വരുമായിരിക്കാം. പക്ഷേ അത് കൊടുക്കാനായിട്ട് തയ്യാറായപ്പോൾ അപരൻ്റെ വിശപ്പിലേക്ക് ഒരു അനുഗ്രഹമായിട്ട് തീരാനായിട്ട്, അപരൻ്റെ ജീവിതത്തിലേക്ക് ഒരു ആശ്വാസമായിട്ട് തീരാനായിട്ട് സാധിച്ചപ്പോൾ അത് വലിയൊരു കൃപയിലേക്ക് ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം, ഈ ഒരു കൃപയോട് ജീവിതത്തിൽ ഒന്ന് ചേരാനായിട്ട്, ചേർത്ത് വയ്ക്കുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കാരുണ്യം എൻ്റെ മേൽ വർഷിക്കപ്പെടുമ്പോൾ ആ കാരുണ്യത്തെ എൻ്റെ സഹോദരങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് ജീവിതത്തിൽ ഞാൻ തയ്യാറാകണം. എൻ്റെ സഹോദരങ്ങളിലേക്ക് ആ കാരുണ്യത്തെ ഒന്ന് കൊടുക്കാനായിട്ട്, ഈ കാരുണ്യത്തെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന കൃപയെ ഞാൻ പങ്കുവെക്കാനായിട്ട് തയ്യാറാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കൃപ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതിന് ഒരു മുടക്കമോ ഒരു തടസ്സമോ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ദൈവാനുഗ്രഹത്തിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ സമർത്ഥമായിട്ട് അനുഭവിക്കുവാനായിട്ട്, ദൈവികതയുടെ കൃപയാൽ അനുഗ്രഹത്താൽ അനുനിമിഷം നിറയപ്പെട്ടുകൊണ്ട് ഒരു വിശുദ്ധിയുടെ ചൈതന്യത്തെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് എനിക്ക് സാധ്യമാകും. പ്രിയമുള്ള ദൈവജനമേ, ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കണം, എത്രമാത്രം ഒരു കാരുണ്യത്തിൻ്റെ മുഖമായിട്ട് മാറാൻ, തമ്പുരാൻ്റെ കരുണയുടെ മുഖമായിട്ട് മാറാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. കാരുണ്യമെന്ന് പറയുന്നത് വാക്കുകളിൽ ഒതുങ്ങേണ്ട ഒന്നല്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കുകയാണ്, അത് മുഖത്ത് തെളിയണം, അത് ജീവിതത്തിൻ്റെ പ്രവർത്തികളിലൂടെ അപരൻ്റെ ജീവിതത്തിലേക്ക് സംഭവിക്കണം. അത് മുഖത്ത് തെളിയണം, അത് ജീവിതത്തിൻ്റെ പ്രവർത്തികളിലൂടെ അപരൻ്റെ ജീവിതത്തിലേക്ക് സംഭവിക്കണം. പ്രിയമുള്ള ദൈവജനമേ, ഇന്നേ ദിവസം ഈ പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു കാരുണ്യത്തിൻ്റെ, ഒരു കരുണയുടെ മുഖം എന്നിലൂടെ പ്രകാശിക്കുവാനായിട്ട്, ഒരു കരുണയുടെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിലൂടെ ഇന്നേ ദിവസം സംഭവിക്കുവാനായിട്ട്, ഒരു കാരുണ്യത്തിൻ്റെ നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ട് അപരൻ്റെ ജീവിതത്തിലേക്ക് തമ്പുരാനെ കൊടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് തീക്ഷണമായിട്ട് ആഗ്രഹിക്കുകയും
പ്രാർത്ഥിക്കുകയും ചെയ്യാം. ശക്തമായിട്ട് ആഗ്രഹിക്കുക, അതിലേറെ തീക്ഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുക. ജീവിതം അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റും. ആമേൻ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അങ്ങേ സന്നിധിയിൽ ഈ പ്രഭാതത്തെയും ഈ ദിവസത്തെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഈ പ്രഭാതം കാണുവാനായിട്ട് നീ നൽകിയ കൃപയ്ക്ക് നന്ദി പറയുന്നതോടൊപ്പം ഇന്നേ ദിവസത്തിൽ ദൈവാനുഗ്രഹത്തിൻ്റെ കൃപ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തിയും അനുഗ്രഹവും നൽകണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. അമ്മ എലിസബത്തിനെ കാണാനായിട്ട് ആ മലമ്പ്രദേശത്തോടുകൂടെ യാത്ര ചെയ്തത് വലിയൊരു കാരുണ്യത്തിൻ്റെ പ്രവൃത്തിയാണല്ലോ. തമ്പുരാൻ്റെ അമ്മയായിരുന്നിട്ടും തൻ്റെ ഇളയമ്മയെ കാണുവാനായിട്ട് അമ്മ യാത്ര ചെയ്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും സഹനങ്ങളുടെ പാതയിലൂടെ യാത്ര ചെയ്ത് അവരിന് നന്മ ചെയ്യുവാൻ അനുഗ്രഹം നൽകണമേ. വിശുദ്ധ യൗസേ പിതാവേ, തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനും സംരക്ഷകനുമായ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. എല്ലാ മാലാഖമാരെ, ക്രോപന്മാരെ, സപന്മാരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം വിശുദ്ധിയുടെ കൃപയാൽ നിറയപ്പെട്ട് ജീവിക്കുവാനായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണബോധനായ വിശുദ്ധരെ, വാഴ്ത്തപ്പെട്ടവരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിങ്ങളുടെ വിശുദ്ധിയുടെ നിറവിനാൽ ഞങ്ങളുടെ ഇടവകയെ നിറയ്ക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. വളരെ പ്രത്യേകമായിട്ട് ഈ സമയം ഡിവൈനിൽ മരിയൻ കൂടാരത്തിലിരുന്ന് ശുശ്രൂഷ ചെയ്യുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ചേർത്ത് വയ്ക്കാം. അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അതോടൊപ്പം നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടിവിയെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ഈ ചാനലിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളിലേക്കും ദൈവാനുഗ്രഹം ഒഴുകിയിറങ്ങാനായിട്ട് തീക്ഷ്ണമായി ആഗ്രഹിക്കാം. പ്രിയമുള്ളവരെ, ഈ സമയം വളരെ പ്രത്യേകമായിട്ട് നമ്മളെയും നമ്മുടെ ചുറ്റുമുള്ള ഓരോരുത്തരെയും കാവൽ മാലാഖയുടെ സംരക്ഷണത്തിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കാവൽ മാലാഖ സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ സംരക്ഷണവും സമ്മാനവുമാണ്. മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും കാവൽ മാലാഖ എല്ലാ തിന്മകളിൽ നിന്നും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം.
ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ സമയം പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന് വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മാർപ്പാപ്പായിൽ നിന്ന് കർദിനാൾമാരിലേക്കും, കർദിനാൾമാരിൽ നിന്ന് മേജർ ആർച്ച് ബിഷപ്പ്മാരിലേക്കും, അവരിൽ നിന്ന് മെത്രാന്മാരിലേക്കും വൈദികരിലേക്കും ഒഴുകിയിറങ്ങുന്ന ശ്ലൈഹിക പാരമ്പര്യത്തോടും അധികാരത്തോടും ചേർത്ത് വെച്ചുകൊണ്ട് ഈ നിമിഷം നിങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശ്വപിതാവിൻ്റെയും പ്രാർത്ഥനകളും വിശുദ്ധ ഗീബർഗീസിൻ്റെയും വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും പ്രാർത്ഥനാ സഹായങ്ങളും വിശുദ്ധ അൽഫോൻസാമ്മയുടെയും വിശുദ്ധ മറിയം തെരേസയുടെയും വിശുദ്ധ ചാവറേച്ചൻ്റെയും വിശുദ്ധ യുപ്രേസ്യാമ്മയുടെയും വിശുദ്ധ ദൈവസഹായം പിള്ളയുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളും നിങ്ങളുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധൻ്റെയും വിശുദ്ധയുടെയും നിങ്ങളുടെ ഇടവക മധ്യസ്ഥൻ്റെയും മധ്യസ്ഥയുടെയും സ്വർഗം നിങ്ങൾക്ക് സമാനമായി നൽകിയിരുന്ന കാവൽമാലാക്കയുടെ സംരക്ഷണവും നിങ്ങളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.